ഹലോ ഗായ്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയിൽ നല്ല എളുപ്പത്തിൽ ഒരു ഫ്രഞ്ച് ഫ്രൈസാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതായത് തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങ് നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അതിലൊരു വൈറ്റ് കളർ നന്നായിട്ട് പോകണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഈ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളം തണുക്കുന്നത് വരെ അതിൽ തന്നെ ഇട്ട് വയ്ക്കാം. അതിനുശേഷം തിളച്ച വെള്ളത്തിൽ നിന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റണം. അതിന് ശേഷമാണ് നമ്മൾ നല്ല വൃത്തിയുള്ള വെള്ള തുണി, അതായത് കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുള്ള ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടത് ഒപ്പിയെടുക്കണം. ഒപ്പിയെടുത്തതിന് ശേഷമാണ് നമ്മളത് ഫ്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് വൃത്തിയുള്ളൊരു തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇതിൽ നിന്ന് വീണ്ടും നമ്മൾ ഒരു പാത്രത്തിലേക്ക് പൊട്ടറ്റോ മാറ്റുന്നുണ്ട്. അതിന് ശേഷം വേണം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ച് ഓയിലൊഴിച്ച് ഒരു പാനിലേക്ക് ഓയിലൊഴിച്ചിട്ട് നോർമൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ് അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് ഓയിൽ വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് അതൊരു ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റ് ലുക്ക് ഇതാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ ഉണ്ട്. ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ബായ്.